സംസ്ഥാന ബജറ്റിലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ജനവികാരം സർക്കാർ കണക്കിലെടുക്കണം, ജനവികാരം സർക്കാർ ഉൾക്കൊള്ളും എന്നുള്ള ശുഭപ്രതീക്ഷയാണുള്ളതെന്നും VM സുധീരൻ പറഞ്ഞു. എൻ്റെ ഈ നിലപാട് ഇന്നും തിരിഞ്ഞു തുടങ്ങിയതല്ല. കരുണാകരൻ, പ്രിയപ്പെട്ട കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹമാണ് അന്ന് AP ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ ഉപയോഗം ലഭ്യത കുറച്ചുകൊണ്ടുവരിക, മദ്യനിരോധനത്തിലേക്ക് കാലക്രമേണ നീങ്ങുക എന്ന ആശയം ഉന്നയിച്ചത്, നടപ്പാക്കാൻ ആരംഭിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ശ്രീ AK ആന്റണി ചാരായ നിരോധനം ഏർപ്പെടുത്തിയത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ബാറുകൾ നിരോധിച്ചുകൊണ്ട് കേവലം 29 ബാറുകൾ മാത്രമാക്കിയത്. ആ 29 ബാറുകളാണ് പിണറായിയുടെ ഭരണകാലത്ത് ഏതാണ്ട് ഒരു 1000-ഓളം ബാറുകളായി. ഞാൻ അതിന് അന്നേ മുതൽ ഫൈറ്റ് ചെയ്യുന്നത്. എത്രയോ കത്തുകൾ കൊടുത്തു, എത്രയോ ലേഖനങ്ങൾ കൊടുത്തു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് നടത്തി. പക്ഷേ കാര്യമായ ഒരു ചലനം ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇത് ഈ മദ്യത്തിനെതിരെയുള്ള കോൺഗ്രസിൻ്റെ UDF നേതൃത്വത്തിൻ്റെ കരുണാകരൻ്റെ കാലം മുതൽ പ്രത്യേകിച്ച് ഈ കർമ്മ പദ്ധതി, കോൺഗ്രസ് എന്നും മദ്യവിരുദ്ധ പ്രസ്ഥാനമാണല്ലോ, ലഹരിക്കെതിരാണ്, മദ്യത്തിനെതിരാണ്. സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയമാണ് മദ്യവർജനം. പക്ഷെ അതിനൊരു പ്രായോഗിക രൂപത്തിൽ സംസ്ഥാന സർക്കാരെ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കരുണാകരനാണ് തുടങ്ങിയത്. അതിന് അന്നു മുതൽ നിയമസഭയിലും നിയമസഭാ കമ്മിറ്റികളിലും പുറത്തും ഈ ആശയം ഉന്നയിച്ചുകൊണ്ട് ഞാൻ അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. പാർട്ടി നയം നടപ്പിലാക്കാൻ നിൽക്കുന്നുണ്ട്.